ഒരു നിമിഷം നിർത്തൂ. ഇടവം രാശിക്കാരെ, ഇന്ന് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയത് യാദൃച്ഛികമല്ല. ഇത് ഒരു ദൈവിക സൂചനയാണ്. പ്രപഞ്ചം നിങ്ങൾക്കായി ഒരു സന്ദേശം അയക്കുകയാണ്. ആ സന്ദേശം ഇന്ന് ഈ നിമിഷം നിങ്ങൾ കേൾക്കണം. കാരണം ജ്യോതിഷത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന ഒരു അപൂർവ ഗ്രഹസ്ഥിതി ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ പണപ്രവാഹത്തിന്റെ വാതിൽ തുറക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഭൂമിയിൽ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ചില നിർണായക നിമിഷങ്ങൾ വരും. ആ നിമിഷങ്ങൾ തിരിച്ചറിഞ്ഞ് ശരിയായ ദിശയിൽ ചുവടുവെച്ചവർ ഉയർന്നു. തിരിച്ചറിയാതെ പോയവർ വർഷങ്ങളോളം കഷ്ടത്തിൽ കഴിഞ്ഞു. ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ അങ്ങനെ ഒരു നിർണായക നിമിഷം വന്നിരിക്കുകയാണ്. ഗ്രഹങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ നിൽക്കുന്നു. ആ ക്രമം ഇടവം രാശിക്കാർക്ക് ഒരു വലിയ ആർത്ഥിക ഉണർവിന്റെ അടയാളമാണ്. പണം. ആ ഒറ്റ വാക്ക് പറയുമ്പോൾ ഓരോ മനുഷ്യന്റെ ഹൃദയവും ഒന്ന് ചലിക്കും. കടങ്ങളുടെ ഭാരം ചുമക്കുന്നവർക്ക്, ജീവിതം ഒന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, കഠിനമായി അധ്വാനിക്കുന്നിട്ടും ഫലം ലഭിക്കുന്നില്ലല്ലോ എന്ന് ദുഃഖിക്കുന്നവർക്ക്. ഇടവം രാശിക്കാർക്ക് ഈ ഗ്രഹസ്ഥിതി ഒരു വലിയ ആശ്വാസത്തിന്റെ സൂചനയാണ്. ആകാശത്ത് ഗ്രഹങ്ങൾ ചലിക്കുന്നത് ഒരു ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നു. ആ ശക്തി ഓരോ രാശിക്കാരുടെ ജീവിതത്തിലും ഓരോ കാലത്ത് ഓരോ വിധത്തിൽ പ്രവർത്തിക്കുന്നു. ഇടവം രാശിക്കാർ ദൃഢമനസ്കരും ക്ഷമാശീലരുമാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടവർ, ഇക്കണ്ട കാലമത്രയും ഒരു ഉണർവിനായി കാത്തിരുന്നവർ. ആ കാത്തിരിപ്പിന് ഒടുവിൽ ഒരു ഉത്തരം ലഭിക്കാൻ പോകുന്നു. ഇടവം രാശിയുടെ ഉടമ ശുക്രനാണ്. ശുക്രൻ സൗന്ദര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭൗതിക സുഖങ്ങളുടെയും ഗ്രഹമാണ്. ഇടവം രാശിക്കാർ ജീവിതത്തിൽ എപ്പോഴും ഒരു ഉയർന്ന ജീവിത നിലവാരം ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹം ഒരു ദൈവിക അവകാശമാണ്. ശുക്രന്റെ ആധിപത്യത്തിൽ ജനിച്ചവർക്ക് ഐശ്വര്യം ലഭിക്കാനുള്ള ഒരു ജന്മയോഗ്യതയുണ്ട്. ഇപ്പോൾ ആ ഐശ്വര്യം ഒരു ഒഴുക്ക് പോലെ ഇടവം രാശിക്കാരിലേക്ക് വരാൻ തുടങ്ങുകയാണ്. ഗ്രഹങ്ങൾ ഒരിക്കലും നുണ പറയില്ല. ആകാശത്ത് അവ നിൽക്കുന്നിടം, അവ ചലിക്കുന്ന ദിശ, അവ ഉണ്ടാക്കുന്ന കോണുകൾ, ഇവ എല്ലാം ഒരു ദൈവിക ഭാഷ ആണ്. ആ ഭാഷ വായിക്കുമ്പോൾ ഇടവം രാശിക്കാരുടെ ഭാഗ്യഗ്രഹങ്ങൾ ഒരു ശക്തമായ പ്രത്യേക കൂടിച്ചേരൽ ഉണ്ടാക്കുകയാണ്. ഈ കൂടിച്ചേരൽ ഒരു സാധാരണ ദിവസം ഉണ്ടാകുന്ന ഒന്നല്ല. ഇത് അപൂർവം. ഇത് ആരുടെ ജീവിതത്തിലും ഒന്നോ രണ്ടോ തവണ മാത്രം ലഭിക്കുന്ന ഒരു ഗ്രഹ അനുഗ്രഹ നിമിഷമാണ്. ചിലർ ചോദിക്കും, ഇത് ശരിക്കും നടക്കുമോ എന്ന്. ഈ സംശയം മനസ്സിലാകുന്നതാണ്. കാരണം ജീവിതം ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കാൻ അനുവദിക്കാത്ത വിധം കഠിനമായ അനുഭവങ്ങൾ നൽകിയിട്ടുണ്ടാകും. ദൈവം ഉണ്ടോ എന്ന് പോലും ചോദിക്കേണ്ടി വന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഒന്ന് ഓർക്കൂ, ഒരു ഇടവം രാശിക്കാരൻ ഒരിക്കലും ഒടുങ്ങുന്ന ആളല്ല. ആ ദൃഢത തന്നെയാണ് ഇന്ന് ഈ ദൈവിക ഘട്ടം ആകർഷിക്കുന്നത്. ഭൂമിക്ക് ക്ഷമയോടെ ഒരു വൃക്ഷത്തെ വളർത്തുന്ന പോലെ ഇടവം രാശിക്കാർ ക്ഷമയോടെ കഷ്ടതകളെ വഹിച്ചു. ആ ക്ഷമയ്ക്ക് ഇനി ഫലം ലഭിക്കാൻ ഗ്രഹങ്ങൾ തയ്യാറായിരിക്കുന്നു. ഈ ദൈവിക സൂചന കേൾക്കുന്ന ഓരോ ഇടവം രാശിക്കാർക്കും ഒരു അഭ്യർത്ഥനയുണ്ട്. ഇത് ഒറ്റയ്ക്ക് കേൾക്കരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ചുറ്റുപാടും ഇടവം രാശിക്കാർ ഉണ്ടെങ്കിൽ ഈ ദൈവിക വചനം അവരിലേക്ക് എത്തിക്കൂ. ഒരു ദൈവിക സൂചന ഒരു ജീവിതം മാറ്റാം. ആ മാറ്റം ഇന്ന് ഇടവം രാശിക്കാർക്ക് ലഭിക്കട്ടെ. ഇനി ഒരു ഹൃദയകാര്യം. നിങ്ങൾ ഏത് ദൈവത്തെയാണ് ഹൃദയത്തോട് ചേർത്ത് വഹിക്കുന്നത്? ഏത് ദൈവനാമം ഉച്ചരിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത്? ആ ഇഷ്ടദേവരുടെ പേര് ഇപ്പോൾ കമന്റ് ബോക്സിൽ എഴുതൂ. ഓരോ പേരും ഒരു പ്രാർത്ഥനയാകട്ടെ. ഓരോ ദൈവനാമവും ഒരു ദൈവിക ശക്തി ഉണർത്തട്ടെ. ഈ ദൈവനാമ ലിസ്റ്റ് ഒരു ദൈവിക ഊർജ്ജ ക്ഷേത്രം ആകട്ടെ. നിങ്ങൾ ഇഷ്ടദേവരുടെ പേര് എഴുതുമ്പോൾ ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടൽ നടത്തും. ഇത് ഒരു വിശ്വാസം മാത്രമല്ല, ഇത് ഒരു ആത്മീയ സത്യമാണ്. ഈ ദൈവിക സന്ദേശം ഇഷ്ടമായെങ്കിൽ ഒരു ഭക്തന്റെ ഹൃദയത്തോടെ ഇതിനെ ഇഷ്ടപ്പെടൂ. ഒരു പ്രാർത്ഥനയായി ഇത് ആരുമായെങ്കിലും പങ്കുവെക്കൂ. കാരണം ഈ ദൈവിക വാക്കുകൾ ഒരു ജീവിതം മാറ്റാനുള്ള ശക്തി ഉള്ളതാണ്. ഒരു ദൈവിക കൃപ ഒരു പ്രാർത്ഥനയിലൂടെ ആരിലേക്കും എത്താം. നിങ്ങൾ ഈ ദൈവിക സൂചന ഒരു ഇടവം രാശിക്കാർക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ഒരു ദൈവിക സേവനമാകും. ഇനി ഒരു ആത്മീയ കാര്യം കൂടി ഇവിടെ ഒരിക്കൽ ഓർക്കണം. ഒരു ജാതകം ഒരു ജീവിതകഥ ആണ്. ആ കഥ ശരിയായി മനസ്സിലാക്കുമ്പോൾ ഒരു ജീവിതം ശരിയായ ദിശ കണ്ടെത്തും. ജന്മനക്ഷത്ര അടിസ്ഥാനത്തിൽ ഒരു ജ്യോതിഷ ഫലം, വിവാഹ പൊരുത്ത ദോഷപരിഹാരം, ദശാഭുക്തി ഫലം ഇവ അറിയണം എന്നുള്ളവർ കമന്റ് ബോക്സിൽ കൊടുത്ത വിവരങ്ങൾ ഉപയോഗിക്കൂ. ഒരു ദൈവിക ഗ്രഹഗണനം ഒരു ജീവിതം ശരിയായ പ്രകാശത്തിൽ കാണിക്കും. ഒരു സത്യമായ ജ്യോതിഷ ദർശനം ഒരു ജീവിതം ഒളിപ്പിച്ചുവെക്കുന്ന ഭാഗ്യദ്വാരങ്ങൾ തുറക്കും. ഇനി ഗ്രഹങ്ങളുടെ ലോകത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഗ്രഹങ്ങൾ ഒരു ദൈവിക ക്രമീകരണം ഉണ്ടാക്കി വരികയാണ്. ഒന്നായി ഈ ഗ്രഹശക്തികൾ ഇടവം രാശിക്കാരുടെ ഭാഗ്യഭവനങ്ങളിൽ ഒരു ദൈവിക ജ്വലനം ആരംഭിക്കുകയാണ്. ഈ ഗ്രഹശക്തികൾ ഓരോന്നും ഓരോ കഥ പറയുന്നു. ആ കഥ ഇടവം രാശിക്കാർ ശ്രദ്ധിക്കണം. ആദ്യം ഗുരു ഭഗവാൻ. ബൃഹസ്പതി, ദേവഗുരു, ജ്ഞാനത്തിന്റെ, ഭാഗ്യത്തിന്റെ, ഐശ്വര്യത്തിന്റെ കാരകൻ. ഗുരു ഭഗവാൻ ഇടവം രാശിക്കാർക്ക് ഒരു അനുഗ്രഹ ദൃഷ്ടി നൽകുകയാണ്. ഗുരു ഒരു ജീവിതത്തിൽ ഒരു ഭവനത്തിൽ ഏകദേശം ഒരു വർഷം മുതൽ ഒരു വർഷത്തിൽ കൂടുതൽ ഉണ്ടാകും.
ആ ഒരു വർഷം ഒരു ജീവിതകാലം ഫലം ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ഗുരുവിന്റെ ദൃഷ്ടി ഏറ്റവും ഫലപ്രദമായ ഒരു ഭവനത്തിലാണ്. ഈ ഭവനം ധനം, ആദായം, ജോലി, ഉന്നതി ഇവ കൈകാര്യം ചെയ്യുന്ന ഭവനമാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഒരിക്കലും നിഷ്ഫലം ആകില്ല. ഗുരു ഒരു ഭവനത്തിൽ ദൃഷ്ടി ചെലുത്തുമ്പോൾ ആ ഭവനം ഊർജ്ജസ്വലം ആകും. ഉറങ്ങിക്കിടന്ന ഭാഗ്യം ഉണർന്ന് എഴുന്നേൽക്കും. ദൂരെ ഒളിഞ്ഞുകിടന്ന അവസരങ്ങൾ ഒന്നൊന്നായി അടുത്തേക്ക് വരും. ഗുരുവിന്റെ ഈ ദൃഷ്ടി ഇടവം രാശിക്കാർക്ക് ഒരു ദൈവിക കൈയാണ്. ആ കൈ ഇടവം രാശിക്കാരെ ഒരു ഉന്നതിയുടെ ഘട്ടത്തിലേക്ക് ഉയർത്താൻ ഒരുങ്ങുകയാണ്. ഗുരുവിന്റെ ഈ ഫലം ഒരു ദിവസം കൊണ്ടുവരില്ല. ഗ്രഹങ്ങൾ ക്ഷണനേരം കൊണ്ട് ഫലം കൊടുക്കുന്നവരല്ല. അവർ ഒരു ദൈവിക ഘടനയിൽ ക്രമേണ ഫലം നൽകും. ആദ്യം ചെറിയ ചെറിയ അടയാളങ്ങൾ കാണും. ഒരു അപ്രതീക്ഷിത ഫോൺ വരുന്നത് പോലെ, ഒരു പുതിയ ആളെ പരിചയപ്പെടുന്നത് പോലെ, ഒരു പഴയ കടം ആരെങ്കിലും ഓർത്തു തിരിച്ചു തരുന്നത് പോലെ, ഒരു കാര്യം ഒടുവിൽ ശരിയായി വരുന്നത് പോലെ. ഈ ചെറിയ അടയാളങ്ങൾ ഗുരുവിന്റെ ദൃഷ്ടി ഫലമാണ്. ഇവ ശ്രദ്ധിക്കൂ, ഇവ ഉൾക്കൊള്ളൂ, ഇവ ആഘോഷിക്കൂ. ഇനി ശനി ഭഗവാൻ, കർമ്മഗ്രഹം, ന്യായത്തിന്റെ ഗ്രഹം, ഫലം ചുമക്കുന്ന ഗ്രഹം. ശനി ഒരിക്കലും ഒരു ദേഷ്യക്കാരൻ ഗ്രഹം അല്ല. ശനി ഒരു ദൈവിക ന്യായാധിപനാണ്. ഓരോ ജന്മത്തിൽ ഓരോ ആളും ചെയ്ത കർമ്മം ആ ആളിലേക്ക് ഫലമായി തിരിച്ചു കൊടുക്കുന്ന ദൈവിക ഉത്തരവാദിത്തം ശനിക്കുണ്ട്. ഇടവം രാശിക്കാർ ഈ ജന്മത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്, ഒരുപാട് നഷ്ടം സഹിച്ചിട്ടുണ്ട്. ആ ഓരോ ക്ഷമയും ഓരോ ത്യാഗവും ശനിയുടെ ഖജനാവിൽ ഒരു ദൈവിക നാണയമായി ഇട്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ശനി ഇടവം രാശിക്കാർക്ക് ആ ഖജനാവ് തുറക്കാൻ ഒരുങ്ങുകയാണ്. ശനി ഒരു ദൈവിക ഫലദായകനാണ്. ശനിയുടെ ഈ ഘട്ടം ഇടവം രാശിക്കാർക്ക് ഒരു ദൈവിക ഫലഘട്ടമാണ്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഇടവം രാശിക്കാർ ഒരുപാട് ത്യജിച്ചിരിക്കും, ഒരുപാട് വേദനിച്ചിരിക്കും, ഒരുപാട് ചിലരിൽ നിന്ന് ഒറ്റിക്കൊടുക്കൽ അനുഭവിച്ചിരിക്കും, ഒരുപാട് കഷ്ടതകൾ നെഞ്ചേറ്റിരിക്കും. ആ ഓരോ കഷ്ടതയും ഒരു ദൈവിക നിക്ഷേപമാണ്. ആ നിക്ഷേപം ഇനി ഒരു ദൈവിക ഫലമായി ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒഴുകിവരും. ശനി ഒരു ദൈവിക ന്യായക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഒരിക്കലും ഒരു നല്ല പ്രവൃത്തി കൂലി ലഭിക്കാതെ പോകില്ല. ഒരിക്കലും ഒരു ദൈവിക ക്ഷമ ഫലം ലഭിക്കാതെ ഒടുങ്ങില്ല. ഒരിക്കലും ഒരു ആത്മാർത്ഥ പ്രയത്നം നഷ്ടപ്പെടില്ല. ഇടവം രാശിക്കാർ ഇക്കണ്ട കാലം ആർജിച്ചെടുത്ത ദൈവിക പുണ്യം ശനി ഇനി ഫലമായി കൊടുക്കും. ഈ ഫലം ഒരു ദൈവിക ആഘോഷമാകും. ഇനി ഏറ്റവും ദൈവിക ഗ്രഹ ചർച്ച. രാഹുവും കേതുവും. രാഹുവും കേതുവും ഒരു ഛായാഗ്രഹങ്ങളാണ്. ദൃശ്യമല്ലാത്ത ഒരു ദൈവിക ശക്തി, ഒരു ആഴക്കടലിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഒഴുക്ക് പോലെ. ഇത് കണ്ണിന് കാണാൻ ആകില്ല, പക്ഷേ ഇത് ഒരു ജീവിതം ഒഴുകുന്ന ദിശ മാറ്റും. ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ രാഹുവും കേതുവും ഒരു ദൈവിക ചലനം ഉണ്ടാക്കുകയാണ്. ഈ ചലനം ഇടവം രാശിക്കാരുടെ ഭൂതകാല കർമ്മഭാരം ഇറക്കിവെക്കുന്ന ഒരു ദൈവിക ഘട്ടമാണ്. കേതു ഒരു ആത്മീയ ഗ്രഹമാണ്. ഭൂതകാലത്തിന്റെ കർമ്മബന്ധനത്തിന്റെ പൂർവ്വജന്മ ഓർമ്മകളുടെ ഗ്രഹം. ഒരു ആത്മാവ് ഒരു ജന്മത്തിൽ ചെയ്ത കർമ്മം അടുത്ത ജന്മത്തിൽ ഫലം ചൊരിയുന്നത് കേതുവിലൂടെയാണ്. ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ഭൂതകാല കർമ്മഭാരം ഉണ്ടായിരുന്നു. ആ ഭാരം ഇടവം രാശിക്കാർ ഒരുപാട് കാലം ചുമന്നു. ഒരുപാട് കഷ്ടതകൾ ആ ഭാരം കൊണ്ടുവന്നു. ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് ദേഷ്യങ്ങൾ, ഒരുപാട് നഷ്ടങ്ങൾ. ഇനിയാ പരിഹാരങ്ങളെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കണം. ജ്യോതിഷം പറയുന്ന പരിഹാരങ്ങൾ വെറും അനുഷ്ഠാനങ്ങൾ മാത്രമല്ല. അവ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ ശുദ്ധീകരിക്കുന്ന ആത്മീയ ഉപകരണങ്ങളാണ്. ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ബാഹ്യമായ ഒരു മാറ്റം മാത്രമല്ല, ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന ഒരു ആഴമേറിയ ശുദ്ധീകരണം കൂടിയാണ്. ശുക്രൻ നിങ്ങളുടെ രാശ്യധിപനാണ്. ശുക്രന്റെ ഊർജ്ജം സൗന്ദര്യത്തിന്റേതും സ്നേഹത്തിന്റേതും സമ്പത്തിന്റേതും ഒക്കെയാണ്. ആ ഊർജ്ജം ഇപ്പോൾ സജീവമായി ഒഴുകാൻ ആരംഭിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒഴുക്കിന് വഴി തുറന്നു കൊടുക്കുക എന്നത് മാത്രമാണ്. ആദ്യമായി പറയേണ്ട പരിഹാരം വളരെ ലളിതമാണ്, പക്ഷേ അത്യന്തം ശക്തിയേറിയതുമാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ സൂര്യോദയത്തിനു ശേഷം കുളിച്ചു ശുദ്ധിയായി വെളുത്ത വസ്ത്രം ധരിച്ച് ഒരു ദേവീക്ഷേത്രത്തിൽ പോകണം. ലക്ഷ്മീദേവിയോടോ ഭഗവതിയോടോ സരസ്വതി ദേവിയോടോ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം. ഒരു ആഗ്രഹത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത്. ഭഗവതി, എന്റെ ജീവിതത്തിൽ എന്തൊക്കെ വരേണ്ടതോ അതൊക്കെ സ്വയം നൽകണേ എന്ന് ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കണം. ദേവിക്ക് ചുവന്ന പൂക്കൾ അർപ്പിക്കണം. ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുങ്കുമം, ചന്ദനം, പനിനീർ ഇവ നൽകണം. ഈ ഒരു ചെറിയ ഭക്തിക്രിയ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതല്ല. ശുക്രദശയിലൂടെ കടന്നുപോകുന്ന ഇടവം രാശിക്കാർക്ക് ഈ ദേവീ ഉപാസന അക്ഷരാർത്ഥത്തിൽ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കും. രണ്ടാമത്തെ പരിഹാരം കർമ്മ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇടവം രാശിക്കാർ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ജീവിതത്തിൽ ചിലപ്പോൾ അർഹിക്കുന്നവർക്ക് ഉപകരിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും ഉപകരിക്കാതെ പോയ നിമിഷങ്ങൾ ഉണ്ടാകും. അത് ബോധപൂർവം ചെയ്തതാകണമെന്നില്ല. ജീവിതത്തിന്റെ തിരക്കിൽ നമ്മളറിയാതെ ചിലർക്ക് വേദന കൊടുത്തിട്ടുണ്ടാകും. ആ കർമ്മ കടമകൾ ചുരുക്കാൻ ഇപ്പോൾ ഒരു നല്ല അവസരമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ ഒരാൾക്ക് ഉപകാരം ചെയ്യണം. അത് ഒരു ദരിദ്രൻ ഭക്ഷണം നൽകലാകാം,
ഒരു അഗതിക്ക് വസ്ത്രം നൽകലാകാം, ഒരു കുഞ്ഞിന് ആഹ്ലാദം നൽകലാകാം, ഒരാളുടെ കണ്ണീർ തുടയ്ക്കലാകാം. ഈ ഒരു ചെറിയ കർമ്മം നിങ്ങളുടെ ഭൂതകാലത്തിന്റെ കർമ്മഭാരത്തെ ലഘൂകരിക്കും. ഗ്രഹങ്ങൾ ഈ ദാനകർമ്മങ്ങളെ ഒരിക്കലും അവഗണിക്കുന്നില്ല. മൂന്നാമതായി, ശനിയുടെ ഊർജ്ജം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പരീക്ഷണ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശനിയുടെ ദോഷഫലങ്ങൾ ലഘൂകരിക്കാൻ ശനിയാഴ്ചകളിൽ ഒരു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവഭഗവാന് എള്ളെണ്ണ ദീപം തെളിക്കണം. ഓം നമഃ ശിവായ എന്ന മഹാമന്ത്രം ഒരു ദിവസം 100 ജപിക്കണം. ഈ ശിവഭക്തി ശനിയുടെ കർക്കശമായ ദൃഷ്ടിയെ കൂടി കരുണയുള്ളതാക്കി മാറ്റും. ശനി ഒരിക്കലും ഭക്തരെ ഉപേക്ഷിക്കില്ല. ശനി ഭഗവാൻ ന്യായത്തിന്റെ ദേവനാണ്. അദ്ദേഹം കരുണയ്ക്ക് കരുണ തന്നെ തിരികെ നൽകും. രാഹുകേതുക്കളുടെ ദോഷശമനത്തിനായി ഒരു കാര്യം ചെയ്യാം. സർപ്പക്ഷേത്ര ദർശനം ഇടവം രാശിക്കാർക്ക് ഇക്കാലത്ത് ഏറ്റവും ഫലദായകമാണ്. കേരളത്തിൽ മണ്ണാർശാല, വേട്ടക്കോർ ഭഗവതി ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയോ തൊടുതലയ്ക്കിൽ ഓടുകയോ ചെയ്യുന്നത് ഏറ്റവും ഉത്തമം. ഇതൊന്നും സൗകര്യമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി മനസ്സിൽ സർപ്പദേവതകളെ ധ്യാനിച്ച് നിർദോഷ ജീവനായ സർപ്പങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതും ഫലദായകമാണ്. നാലാമതായി, ഈ കാലഘട്ടത്തിൽ ഇടവം രാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്ഷോഭം, കോപം, അഹങ്കാരം ഇവ ഒഴിവാക്കണം. ഗ്രഹങ്ങളുടെ ഗതി മാറുന്ന ഈ സന്ധ്യാഘട്ടത്തിൽ നെഗറ്റീവ് ഊർജ്ജം ഇരട്ടി വേഗത്തിൽ തിരിച്ചടിക്കും. ആർക്കെങ്കിലും ദ്രോഹം ചെയ്താൽ ആ ഫലം ഇരട്ടിയായി നിങ്ങൾക്ക് തന്നെ തിരിച്ചുവരും. ഈ കാലം ക്ഷമയുടേതാണ്, ആർദ്രതയുടേതാണ്. ആരോടും കയർക്കരുത്, ആരെയും അകറ്റരുത്. ഈ ഒരൊറ്റ ഗുണം ഒരൊറ്റ ഭക്തിക്രിയേക്കാൾ ശക്തമായ ഒരു ആത്മീയ കവചം സൃഷ്ടിക്കും. ഭക്ഷ്യശുദ്ധിയും ഇക്കാലത്ത് പ്രധാനമാണ്. ഇടവം രാശിക്കാർ ആഴ്ചയിൽ ഒരു ദിവസം ദേഹശുദ്ധി ഉദ്ദേശിച്ച് ലളിതമായ ആഹാരം കഴിക്കണം. ഉപ്പ്, മസാല ഇവ കുറഞ്ഞ ആഹാരം. ആ ഒരു ദിവസം ദൈവനാമ ജപത്തിൽ ശ്രദ്ധ കൊടുക്കണം. ഇത് ശരീരത്തിന്റെ ഊർജ്ജ ചലനങ്ങളെ ക്രമപ്പെടുത്തും. ഗ്രഹ ഊർജ്ജം ശരീരത്തിൽ ശക്തമായി ഉൾക്കൊള്ളാൻ ഈ ആഹാരശുദ്ധി സഹായിക്കും. ഒരു ആത്മീയ ഉൾക്കാഴ്ചയും ഇവിടെ പറയേണ്ടതുണ്ട്. ഇടവം രാശിക്കാരെ, നിങ്ങൾ ചിലപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാറുണ്ട്. അത് ഒരു ഗുണമാണ്, അതേസമയം ഒരു ദോഷവുമാണ്. ഇനി സ്വന്തം ഇഷ്ടങ്ങളെ, സ്വന്തം ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ അർപ്പിക്കാൻ ഭയപ്പെടരുത്. ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങൾ കേൾക്കുന്നുണ്ട്. ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ഒരു ചെറിയ സംഭാഷണം നടത്തൂ. ഭഗവാനെ, ഇന്ന് ഞാൻ ഇവ ചെയ്തു, ഇനി നാളെ നീ എന്നെ ഒരു നല്ല വഴിക്ക് നടത്തണേ എന്ന് മനസ്സ് തുറന്നു പറഞ്ഞു ഉറങ്ങൂ. ആ ഉറക്കം ദൈവം കാക്കും. ആ ഉണർവ് ഒരു പുതിയ ഭാഗ്യദിനമായിരിക്കും. ഇനി നമുക്ക് ഏറ്റവും ആകാംക്ഷയോടെ കേൾക്കേണ്ട ഭാഗത്തിലേക്ക് കടക്കാം. ഇടവം രാശിക്കാരുടെ ഇപ്പോഴത്തെ കരിയർ, ബിസിനസ്, പണസ്ഥിതി ഇവ ഗ്രഹങ്ങൾ എങ്ങനെ നിർണ്ണയിക്കുന്നു എന്ന് നോക്കാം. ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു ആർദ്രത അനുഭവിക്കും. കാരണം ഇത്രയും കാലം കഷ്ടപ്പെട്ടവർക്ക് ഈ വാക്കുകൾ ഒരു ആശ്വാസമായി അനുഭവപ്പെടും. ജോലിയിൽ, ബിസിനസ്സിൽ ഇക്കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരു ഒഴുക്കില്ലാ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ആ ഘട്ടം ഇനി അധിക കാലം നിലനിൽക്കില്ല. ഗുരുഭഗവാൻ ഇടവം രാശിക്ക് ലാഭസ്ഥാനത്ത് ദൃഷ്ടി ചെലുത്തുന്ന ഈ ഘട്ടം ഒരു നദി ഉറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഒഴുകി തുടങ്ങുന്നതുപോലെ നിങ്ങളുടെ ജീവിതോർജ്ജം ഒഴുകി തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. ജോലി ചെയ്യുന്നവർക്ക് ആദ്യ 7 ദിവസങ്ങളിൽ തന്നെ ഒരു ചെറിയ മാറ്റം അനുഭവപ്പെടും. ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഷ മൃദുലമാകും. ഒരു കഠിനമെന്ന് കരുതിയ ജോലി ഒരു അപ്രതീക്ഷിത സഹകരണം കൊണ്ട് എളുപ്പമാകും. ഒരു ഒഴിഞ്ഞ ഫയൽ ചലനമാകും. ഇവ ചെറിയ സൂചനകളാണ്. ഇവ കാണാൻ ശ്രദ്ധ വേണം. ഇടവം രാശിക്കാരായ ജോലി അന്വേഷിക്കുന്നവർക്ക് ഇക്കാലം ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഘട്ടമാണ്. കഴിഞ്ഞ കുറേ ശ്രമങ്ങൾ വൃഥാ ആയി തോന്നിയിട്ടുണ്ടാകും. ഇന്റർവ്യൂ നടന്നു, പക്ഷേ ഫലം ആഗ്രഹിച്ചതുപോലെ വന്നില്ല. ഒരു അവസരം കൈ നീട്ടിവന്നു, പക്ഷേ ഒടുവിൽ ഒഴിഞ്ഞുപോയി. ഈ ഒഴിഞ്ഞു പോകലല്ല, ഇത് ഒരു ദൈവിക ഒരുക്കമാണ്. ആ ജോലി നിങ്ങൾക്ക് ഉദ്ദേശിക്കപ്പെട്ടതല്ലായിരുന്നു. ഇനി വരാൻ പോകുന്ന ഒരു ജോലി ആ നഷ്ടപ്പെട്ട ഒരുപാടിനേക്കാൾ നല്ലതാകും. 1 മുതൽ 14 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ സ്ഥലത്തു നിന്ന്, ഒരു അപ്രതീക്ഷിത ദിശയിൽ നിന്ന് ഒരു സന്ദേശം വരും. ആ സന്ദേശം ഒഴിവാക്കരുത്. ആ ഫോൺ കോൾ എടുക്കണം. ആ ഇമെയിൽ വായിക്കണം. ആ ആൾ പറയുന്നത് ശ്രദ്ധിക്കണം. കാരണം ആ ഒരു ചുവടുമാറ്റം നിങ്ങളുടെ ഒരു വർഷത്തിന്റെ ദിശ മാറ്റിയേക്കാം. ബിസിനസ് ചെയ്യുന്ന ഇടവം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു ആഴത്തിലുള്ള ശ്വാസം എടുക്കണം. കഴിഞ്ഞ ചില മാസങ്ങളായി ബിസിനസ് ഒരു ഭാരമായി അനുഭവപ്പെട്ടിരിക്കും. ആദ്യം ഒഴുകിയ ഊർജ്ജം ഇടക്ക് നിന്ന് പോയതുപോലെ തോന്നിയിരിക്കും. ഒരു ഇടപാടകൽ മുടങ്ങി. ഒരു ഉടമ്പടി ഒടുവിൽ പൊളിഞ്ഞു. ഒരു ഉപഭോക്താവ് മറ്റൊരിടത്തേക്ക് പോയി. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നു. ഈ ഓർമ്മകൾ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇനിയും ഇങ്ങനെ ആകുമോ എന്ന ഒരു ചോദ്യം ഉള്ളിൽ ഉറങ്ങാതെ ഉണർന്ന് ഇരിക്കുന്നുണ്ടാകും. ഇനി ആ ഭയം ഒഴിവാക്കൂ. ഗ്രഹഗതി വ്യക്തമായ ഒരു സൂചന കൊടുക്കുന്നുണ്ട്. ഈ വരുന്ന 1 മുതൽ 15 ദിവസത്തിനുള്ളിൽ ഒരു പ്രധാന ഇടപാട് ഒത്തുതീർന്നേക്കാം. ഒരു പഴയ ഉടമ്പടി, ഒരു ഒഴിഞ്ഞ ഫയൽ വീണ്ടും ജീവൻ പ്രാപിക്കും. ഒരു ആൾ, ദീർഘകാലം അകന്നു നിന്ന ഒരാൾ തിരിച്ചുവന്ന് ഒരു ഇടപാടിന് തയ്യാറായേക്കാം.
ഈ ഇടപാടിൽ ധൃതി കാണിക്കരുത്. ശ്രദ്ധയോടെ ഓരോ ഘട്ടവും ഉറപ്പുവരുത്തി ഒടുവിൽ ഒരു ദൃഢ തീരുമാനം എടുക്കണം. ഈ ഒരു ഇടപാട് ഒരു വലിയ ലാഭത്തിന്റെ തുടക്കമാകാൻ ഇടയുണ്ട്. പണസ്ഥിതിയുടെ കാര്യത്തിൽ ഇടവം രാശിക്കാർക്ക് ഒരു അദ്ഭുത ചിത്രമാണ് ഗ്രഹങ്ങൾ വരച്ചിടുന്നത്. 1 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഒരു അപ്രതീക്ഷിത ഒഴുക്ക് ഉണ്ടാകാൻ ഇടയുണ്ട്. ഒരുപക്ഷേ ഒരു പഴയ കടം ആരെങ്കിലും തിരിച്ചു നൽകിയേക്കാം. ഒരുപക്ഷേ ഒരു ബോണസ്, ഒരു ഇൻസെന്റീവ്, ഒരു കമ്മീഷൻ വന്നേക്കാം. ഒരുപക്ഷേ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു ദിശയിൽ നിന്ന് ഒരു ചെറിയ ഒഴുക്ക് വന്ന് ഒരു ആഹ്ലാദം ഉണ്ടാക്കിയേക്കാം. ഇത് ഒരു ചെറിയ ഒഴുക്കാണ്, ഒരു ആരംഭം മാത്രമാണ്. ഇനി ഇതിന്റെ ഒഴുക്ക് 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ കൂടുതൽ ശക്തിയാർജിക്കും. ഒരു വലിയ ഒഴുക്കിന്റെ ആദ്യ ഒറ്റത്തുള്ളി ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. ആ ഒഴുക്ക് ഏതിൽ നിന്ന് വരുന്നു എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഗ്രഹ ഊർജം ഒരിക്കലും ഒരൊറ്റ ദിശയിൽ മാത്രം ഒഴുകാറില്ല. ഒന്നിൽ നിന്ന് ഒഴുകി മറ്റൊന്നിൽ അയക്കാം. ഒരു കാര്യം ഏറ്റവും ശ്രദ്ധിക്കണം. ഈ ഒഴുകി വരുന്ന ഊർജം, ഈ പണ ഒഴുക്ക് ഒരൊറ്റ തോന്നലിൽ ചെലവഴിക്കരുത്. ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ദീർഘദൃഷ്ടി ഉണ്ടെങ്കിൽ അത് ഒരു ദീർഘനേട്ടമായി മാറും. ഒരു ചെറിയ ഒഴുക്കിനെ പ്രണയത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടവം രാശിക്കാർക്ക് ഇപ്പോൾ ഒരു പ്രത്യേകമായ ഊർജം അനുഭവപ്പെടും. ഹൃദയം ഇത്രനാൾ പൂട്ടിവച്ചിരുന്ന ഒരു വികാരം, ഒരു ആഴമേറിയ ചിന്ത, അത് ഇപ്പോൾ ഉള്ളിൽ നിന്ന് ഉയർന്നുവരാൻ തുടങ്ങുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇത് യാദൃശ്ചികമല്ല. ഗ്രഹങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയഭൂമിയിൽ ഒരു പുതിയ വസന്തം എഴുതാൻ തുടങ്ങിയിരിക്കുകയാണ്. പ്രണയബന്ധത്തിലുള്ളവർക്ക് ഈ കാലം ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇതുവരെ പറഞ്ഞു തീർക്കാൻ കഴിയാതിരുന്ന വാക്കുകൾ, ഇതുവരെ തുറക്കാൻ ഭയന്നിരുന്ന മനസ്സ്, ഇപ്പോൾ ആ വാതിൽ തുറക്കപ്പെടും. ഇണയുമായി ഉണ്ടായ ചില തെറ്റിദ്ധാരണകൾ, ചില ദൂരങ്ങൾ, അവ ഇപ്പോൾ ഉരുകി ഒഴുകിപ്പോകാൻ ആരംഭിക്കും. ഒരു ചെറിയ സംഭാഷണം, ഒരു ആത്മാർത്ഥമായ ക്ഷമാപണം, ഒരു ഹൃദ്യമായ നിമിഷം, ഇതൊക്കെ ഒരു ബന്ധത്തെ വീണ്ടും ജീവനോടെ നിലനിർത്തും. ഇടവം രാശിക്കാർ ഇക്കാലത്ത് ബന്ധങ്ങളിൽ ക്ഷമ കൈക്കൊള്ളണം. ഒരു ചെറിയ അഹങ്കാരം, ഒരു നിമിഷത്തെ ദേഷ്യം, ഇവ ഒരു ബന്ധത്തിന്റെ ആഴം നശിപ്പിക്കും. അതിനാൽ ഈ കാലത്ത് ക്ഷമയോടെ, സ്നേഹത്തോടെ ഇണയോടൊപ്പം നടക്കുക. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലഘട്ടം ഒരു ശുഭസൂചന ആണ്. ദീർഘകാലമായി കാത്തിരിക്കുന്ന ഒരു ആഗ്രഹം ഇനി അകലെ അല്ല. ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഇടവം രാശിക്കാർ ഈ കാലത്ത് ഒരു ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് ഫലം ലഭിക്കും. ബന്ധുക്കൾ വഴിയോ അടുത്ത സ്നേഹിതർ വഴിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ചടങ്ങിൽ വച്ചോ ഒരു അർത്ഥവത്തായ കണ്ടുമുട്ടൽ ഉണ്ടാകാൻ സാധ്യത ഏറെ ഉണ്ട്. ആ കണ്ടുമുട്ടലിനെ നിസ്സാരമായി തള്ളിക്കളയരുത്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ആ നിമിഷം ഒരുക്കുമ്പോൾ ആ നിമിഷത്തെ ഹൃദ്യമായി സ്വീകരിക്കുക. ഇതിനകം വിവാഹിതരായ ഇടവം രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഊഷ്മളത അനുഭവപ്പെടും. ഇണ ഇതുവരെ പ്രകടിപ്പിക്കാത്ത ഒരു ഭാഗം ഇപ്പോൾ കാണിക്കും. ജീവിതത്തിൽ ഇണ ഒരു ചെറിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ ഒരു നല്ല ശ്രമം നടത്തുകയോ ചെയ്യും. ഇത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു പുതിയ ഊർജം നൽകും. ഈ ഘട്ടത്തിൽ ഇണ പറയുന്ന ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു ചെറിയ വാക്കിൽ, ഒരു ചെറിയ ആഗ്രഹത്തിൽ ഒരു വലിയ ഹൃദ്യതയുടെ സൂചന ഒളിഞ്ഞിരിക്കും. കുടുംബജീവിതത്തിൽ ഈ കാലം ഒരു മിശ്രഫല സ്വഭാവം ഉള്ളതാണ്. ഒരു ഭാഗത്ത് സന്തോഷം, മറ്റൊരു ഭാഗത്ത് ഒരു ചെറിയ പ്രതിബന്ധം. ഇങ്ങനെ ഒരു ഇരട്ടയനുഭവം ഉണ്ടാകും. വീട്ടിൽ ഒരു ഉത്സവ അന്തരീക്ഷം ഉണ്ടാകുന്നതിന്റെ ഒപ്പം ഒരു ചെറിയ അഭിപ്രായ ഭിന്നതയോ ഒരു ചെറിയ ആശങ്കയോ ഉണ്ടായേക്കാം. ഇടവം രാശിക്കാർ ഈ ഘട്ടത്തിൽ കുടുംബകാര്യങ്ങളിൽ ക്ഷമയോടെ തീരുമാനങ്ങൾ എടുക്കണം. ഒരു ധൃതിപ്പെട്ട തീരുമാനം ഒരു ദീർഘകാല ബന്ധത്തെ ദോഷകരമായി ബാധിക്കും. അതിനാൽ കുടുംബ അംഗങ്ങളുടെ അഭിപ്രായം ശ്രദ്ധിക്കുക. അവർ പറയുന്നതിൽ ഒരു ആഴം ഉണ്ട്, അത് മനസ്സിലാക്കി മുന്നോട്ടു പോകുക. മക്കളുടെ കാര്യത്തിൽ ഈ കാലം ഒരു ശ്രദ്ധ ആവശ്യമാണ്. മക്കളുടെ ഭാവിയെക്കുറിച്ച് ഒരു ആലോചന, ഒരു ആശങ്ക ഇടവം രാശിക്കാർക്ക് ഇക്കാലത്ത് അനുഭവപ്പെടും. മക്കളുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ ബന്ധങ്ങളിലോ ഒരു ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ മക്കൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുക. അവരുടെ ആഗ്രഹങ്ങൾ കേൾക്കുക. അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ചെറിയ സഹായം ആഗ്രഹിക്കുന്നു, ആ സഹായം നൽകുക. അത് ഒരു വലിയ ഫലം ഉണ്ടാക്കും. ആരോഗ്യ കാര്യങ്ങളിലേക്ക് ദൃഷ്ടി തിരിക്കുമ്പോൾ ഇടവം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ശരീരം ഒരു ചെറിയ സൂചന നൽകുന്നുണ്ട്. ഒരു ക്ഷീണം, ഒരു ചെറിയ അസ്വസ്ഥത, ഒരു ഉറക്കക്കുറവ്, ഇവ ഒക്കെ ഒരു ശ്രദ്ധ ആവശ്യമാണ് എന്ന് ശരീരം അറിയിക്കുന്ന ഭാഷയാണ്. ഇത് നിസ്സാരമായി കണക്കാക്കരുത്. ശരീരം ഒരു ക്ഷേത്രമാണ്, അതിനെ ബഹുമാനിക്കണം. ആ ബഹുമാനം ആരോഗ്യ ശ്രദ്ധയിൽ നിന്ന് ആരംഭിക്കുന്നു. ദഹനസംബന്ധമായ ആശങ്ക ഇടവം രാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടായേക്കാം. ഭക്ഷണക്രമത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം, ആവശ്യത്തിലധികം ഉള്ള ഉപ്പ്, മസാല, ഇവ ഒഴിവാക്കണം. ശരീരത്തിന് ആവശ്യമായ ജലം കഴിക്കുക. ദിവസവും ഒരു ചെറിയ നടത്തം, ഒരു ചെറിയ വ്യായാമം, ഇത് ഈ ഘട്ടത്തിൽ ഒരു വലിയ ഫലം ഉണ്ടാക്കും. ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നവർ തുടരുക. ഒരു ചെറിയ ഇടവേള ആ ഗുണം നഷ്ടപ്പെടുത്തും. മനസ്സിന്റെ ആരോഗ്യം ഈ ഘട്ടത്തിൽ ഒരു പ്രധാന ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. ഇടവം രാശിക്കാർ ഒരു ആഴമേറിയ ആലോചനക്കാരാണ്.
ഒരു ചെറിയ കാര്യം ഉള്ളിൽ വഹിച്ച് ആ ഭാരം ഒറ്റയ്ക്ക് പേറുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഈ ഘട്ടത്തിൽ ആ ഭാരം ആരോടെങ്കിലും പങ്കുവയ്ക്കുക. ഒരു അടുത്ത സ്നേഹിതൻ, ഒരു ആത്മീയ ഗുരു, ഒരു ഇഷ്ടദേവൻ. ആർക്കെങ്കിലും ആ ഭാരം ഏൽപ്പിക്കുക. ഉള്ളം ഒഴിഞ്ഞാൽ ഒരു പുതിയ ഊർജം അവിടെ ഉദിക്കും. ആ ഊർജം ജീവിതത്തിലെ ഒരു പുതിയ വഴി തുറക്കും. ഉറക്കക്കുറവ് ഈ ഘട്ടത്തിൽ ഒരു ആശങ്ക ആകാം. ഒരുപാട് ആലോചനകൾ, ഒരുപാട് ഭാരങ്ങൾ. ഇവ ഉറക്കത്തെ ബാധിക്കും. ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ ഉച്ചസ്ഥായിലുള്ള മന്ത്രോച്ചാരണം, ഒരു ദേവന്റെ നാമം ഉള്ളിൽ ഉരുക്കഴിക്കൽ. ഇവ മനസ്സിന് ഒരു ശാന്തി നൽകും. ആ ശാന്തി ഉറക്കത്തെ ആഴമേറിയതാക്കും. ആഴമേറിയ ഉറക്കം ശരീരത്തെ ഉണർത്തും. ആ ഉണർവ് ഒരു പ്രസരിക്കുന്ന ദിനം ആരംഭിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ ഘട്ടം ഒരു ഉയർന്ന ഊർജം ഉള്ള ഒന്നാണ്. പഠിക്കുന്ന ഇടവം രാശിക്കാർക്ക് ഒരു ശക്തമായ ഏകാഗ്രത ഈ കാലത്ത് ലഭ്യമാകും. ഒരു ബുദ്ധിമുട്ടായ വിഷയം ഇപ്പോൾ ഒരു പുതിയ വ്യക്തതയോടെ മനസ്സിലാകും. ഒരു ആശ്ചര്യകരമായ ഉൾക്കാഴ്ച, ഒരു ആഴമേറിയ ഗ്രഹണം. ഇത് ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഗ്രഹ ഊർജം നിങ്ങളുടെ ബുദ്ധിയെ ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഒരു ഉന്നത ഘട്ടത്തിലേക്ക് ഉയർത്തും. ഈ ഘട്ടം ഉപയോഗിക്കുക. ഒരു ബഹിരംഗ പ്രദർശനം, ഒരു പരീക്ഷ, ഒരു അഭിമുഖം. ഇവ ഈ ഘട്ടത്തിൽ ഒരു ഉന്നത ഫലം നൽകും. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഘട്ടം ഒരു ശ്രദ്ധ അർഹിക്കുന്ന സമയം. ഒരു ബൃഹത് ഗ്രഹദൃഷ്ടി ഈ ഘട്ടത്തിൽ ഉന്നത പഠനത്തിന്റെ ദ്വാരം തുറക്കും. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു അവസരം, ഒരു ഗവേഷണ ഒഴിവ്, ഒരു വൃത്തി അവസരം. ഇവ ഈ ഘട്ടത്തിൽ ഉണ്ടായേക്കാം. ആ അവസരം ശ്രദ്ധിക്കുക. ഒരു ചെറിയ ശ്രമം, ഒരു ചെറിയ ആത്മവിശ്വാസം, ഒരു ഉറച്ച ലക്ഷ്യം. ഇവ ആ അവസരം യാഥാർത്ഥ്യമാക്കും. യാത്രകളുടെ കാര്യത്തിൽ ഇടവം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ചലനാത്മക സ്വഭാവം ഉള്ളതാണ്. ഒരു ദൂരയാത്ര, ഒരു ഔദ്യോഗിക സന്ദർശനം, ഒരു കുടുംബയാത്ര. ഇവ ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ആ യാത്ര ഒരു പ്രതീക്ഷ നൽകും. ഒരു പുതിയ സ്ഥലം, ഒരു പുതിയ ആളുകൾ, ഒരു പുതിയ ആശയം. ഇവ ആ യാത്ര കൊണ്ടുവരും. ഒരു ദേശാന്തര അവസരം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഘട്ടം ഒരു ശ്രദ്ധ അർഹിക്കും. ഒരു ദൂരദേശ ഒഴിവ്, ഒരു ഉന്നത ഔദ്യോഗിക ക്ഷണം. ഇത് ഈ ഘട്ടത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. ദൂരയാത്രയിൽ ഒരു ചെറിയ ശ്രദ്ധക്കുറവ്, ഒരു ഒഴുക്ക്, ഒരു ആരോഗ്യ അസ്വസ്ഥത. ഇവ ഉണ്ടാകാം. യാത്ര ചെയ്യും മുൻപ് ഒരു ദേവദർശനം, ഒരു പ്രാർത്ഥന. ഇത് ഒരു ആധ്യാത്മിക സുരക്ഷ നൽകും. ആ സുരക്ഷ ഒരു ആശ്വാസം ആകും. ഒളിഞ്ഞ ഒരു ഭീഷണി, ഒരു അദൃശ്യ ഊർജ ഇടർച്ച. ഇടവം രാശിക്കാർ ഇക്കാലത്ത് ഒരു ശ്രദ്ധ വേണം. ചിലർ ഒരു നല്ല ആഗ്രഹത്തോടെ വരും, എന്നാൽ ആ ആഗ്രഹം ആഴത്തിൽ ഒരു ഭിന്ന ലക്ഷ്യം ഒളിപ്പിച്ചിരിക്കും. ആ ആളുകളെ ശ്രദ്ധിക്കുക. ഒരു ആഴമേറിയ ബുദ്ധിശക്തി, ഒരു ആന്തരിക ജ്ഞാനം. ഇടവം രാശിക്കാർക്ക് ആ ജ്ഞാനം ഈ ഘട്ടത്തിൽ ഒരു ആയുധം ആകും. ആ ജ്ഞാനം ഉപയോഗിക്കുക. ഒരു ആഴമേറിയ ആലോചന, ഒരു ശ്രദ്ധയേറിയ നിരീക്ഷണം, ഒരു ബുദ്ധിപൂർവമായ ഒഴിഞ്ഞു നിൽക്കൽ. ഇവ ഈ ഘട്ടത്തിൽ ഒരു വലിയ സംരക്ഷണം ആകും. ഇനി ഒരു ആഴമേറിയ ഒരു കാര്യം പറയാനുണ്ട്. ഒരു ആഴമേറിയ ആധ്യാത്മിക ഉൾക്കാഴ്ച. ഇത് ഒരു ജ്യോതിഷ ഗണനം മാത്രം അല്ല. ഇത് ഒരു ബ്രഹ്മാണ്ഡ ഉദ്ഘോഷണമാണ്. ഇടവം രാശിക്കാർ ഇപ്പോൾ ഒരു ചരിത്രപ്രധാനമായ ഗ്രഹ ഊർജ ഘട്ടത്തിന്റെ പ്രഭവ ബിന്ദുവിൽ നിൽക്കുന്നു. ഒരു തലമുറക്ക് ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഗ്രഹസംഗമം, ഒരു ദിവ്യ ഊർജ ഒഴുക്ക്. ഇത് ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഈ ഗ്രഹഘട്ടം ഒരു ദൈവനിശ്ചയമാണ്. ഇടവം രാശിക്കാർ ഇതുവരെ ഒരു ദീർഘ ഇരുട്ടിലൂടെ സഞ്ചരിച്ചു. ഒരു ദീർഘക്ഷമ, ഒരു ദീർഘ ഉപേക്ഷ, ഒരു ദീർഘ കണ്ണീർ. ഇവ ഒക്കെ ഈ ഒരു ഘട്ടത്തിന്റെ ഒരുക്കമായിരുന്നു. ഒരു ദൈവശക്തി, ഒരു ബ്രഹ്മാണ്ഡ ശക്തി. ആ ശക്തി ഇടവം രാശിക്കാരുടെ ജീവിതം ഒരു പുതിയ ദിശയിൽ ചലിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഈ ഒരുക്കം ആകസ്മികം അല്ല. ഇത് ഒരു ദൈവനിർദ്ദേശമാണ്, ഒരു ദൈവപ്രഖ്യാപനമാണ്. ഗ്രഹ ഊർജം ഒരു ആഴമേറിയ കർമ്മശ്രേണിയെ ഇപ്പോൾ ഭേദിക്കുന്നു. ഇടവം രാശിക്കാർ ഒരു പൂർവ്വ കർമ്മഭാരം പേറി സഞ്ചരിക്കുകയായിരുന്നു. ആ ഭാരം ഇപ്പോൾ ഒഴുകി മാറും. ഒരു കർമ്മദോഷമോചനം, ഒരു ആധ്യാത്മിക ശുദ്ധി, ഒരു ദൈവകൃപ. ഇവ ഒക്കെ ഒരേ ഘട്ടത്തിൽ ഇടവം രാശിക്കാരിൽ ഒഴുകിയിറങ്ങും. ഈ ഒഴുക്ക് ഒരു ഭൗതിക ഫലം ഉണ്ടാക്കും, ഒരു ആധ്യാത്മിക ഉണർവ് ഉണ്ടാക്കും, ഒരു ജീവൻ ഉജ്ജ്വലനം ഉണ്ടാക്കും. ഈ ഘട്ടത്തിൽ ഇടവം രാശിക്കാർ ഒരു ആധ്യാത്മിക ഉണർവ് അനുഭവിക്കും. ജീവിതത്തിന്റെ ഒരു ആഴമേറിയ അർത്ഥം ഇപ്പോൾ മനസ്സിലാകും. ഇതുവരെ അദൃശ്യമായിരുന്ന ഒരു ദൈവ ഊർജ ശൃംഖല ഇപ്പോൾ ദൃശ്യമാകും. ഒരു ദൈവദർശനം, ഒരു ആധ്യാത്മിക അനുഭവം, ഒരു